Hello friends, Technique Malayalam channel വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സ്മാർട്ട് ഫോൺ മോട്ടോൻ്റെ ഒരു സ്പെഷ്യൽ സ്മാർട്ട് ഫോണാണ് മോട്ടോ റേസർ 2090. അപ്പോൾ മോട്ടോ റേസർ 2090 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് മോട്ടോറോള ഫോൾഡബിൾ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ മോട്ടോ റേസർ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സീരീസാണ്. 2005 ഇറങ്ങിയ സീരീസാണ്. എക്സ്ട്രീംലി പോപ്പുലറായ ഒരു സീരീസാണ് മോട്ടോ റേസർ. അപ്പോൾ മോട്ടോറോള ഇപ്പോൾ മോട്ടോ റേസർ സീരീസിന് വീണ്ടും മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ വരുന്നത് വളരെ ഇന്നോവേറ്റീവായ ഫീച്ചേഴ്സായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫോൾഡബിൾ ഡിസ്പ്ലേ ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പോൾ ഫോൾഡബിൾ ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ഹിഞ്ച് മെക്കാനിസം വെച്ചാണ് ഫോൾഡ് ചെയ്യുന്നത്. അതുകൂടാണ്ട് തന്നെ ഒരുപാടധികം ആസ്പെക്ട്സ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടോ റേസർ 2019 ഫോൾഡബിൾ ഡിസ്പ്ലേയിലുള്ള സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ്ങും ഒരു ക്വിക്ക് ലുക്ക് അറ്റ് ദ ഡിവൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മോട്ടോ റേസറിൻ്റെ ബോക്സ് പാക്കേജാണ്. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ ബോക്സ് പാക്കേജ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ ബോക്സ് കോണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നതാണ്. അതുകൂടാതെ ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്ട്സ് എങ്ങനെയാണ്, ഇതിൻ്റെ ഫോൾഡബിൾ ഡിസൈൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്, ഒരു സ്പെഷ്യൽ ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ബോക്സ് പാക്കേജ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വളരെ യുണീക്കായ ഒരു ബോക്സ് പാക്കേജാണ് വരുന്നത്. റേസർ എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങും കാണാം, ഇവിടെ മോട്ടോയിലെ ലോഗോയും കാണാം, പിന്നെ താഴെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഇത് സ്പെഷ്യൽ ബോക്സ് പാക്കേജാണ്. അപ്പോൾ ഇങ്ങനെയാണ് മോട്ടോ റേസർ വരുന്നത്. അപ്പോൾ മുകളിൽ നമുക്ക് കാണാം ഇതാണ് ഫോൾഡബിൾ മോട്ടോ റേസർ 2019. അപ്പോൾ നമ്മൾ ഡിവൈസിനെ കുറിച്ച് പറയാം. അതിന് മുമ്പ് നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് കൂടി നോക്കാം. ബോക്സിനകത്ത് വേറൊരു കേസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് കാണാം വളരെ നീറ്റായിട്ട് റേസർ എന്ന് എഴുതിയിട്ടുണ്ട്. നല്ലൊരു പൗച്ച് പോലെയാണ്, നല്ല ക്വാളിറ്റിയുള്ളൊരു മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്കിവിടെ കാണുന്നത് ഒരു സേഫ്റ്റി മാനുവലാണ്. പിന്നെ റെഗുലർ യൂസേജിൽ എങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് മാനുവലാണ്. പിന്നെ ഇതിനകത്ത് സേഫ്റ്റി ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു ഇയർഫോണാണ്. ഇത് ആക്ച്വലി റേസർ ബ്രാൻഡഡ് ഇയർഫോണാണ്. നമുക്ക് കുറച്ചും കൂടെ ക്ലോസർ ലുക്ക് കാണാം. അല്ലേ, വളരെ നല്ലൊരു ക്വാളിറ്റി തരുന്ന റേസർ ബ്രാൻഡഡ് ഇയർഫോൺസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കേബിളിലും നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടെ കസ്റ്റമൈസ്ഡ് ഒരു സ്റ്റിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു രീതിയിൽ വളരെ ഫ്ലെക്സിബിളായ ഒരു കേബിളാണ്. അതുകൂടാണ്ട് ഇത് ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് 3.5 mm അല്ല, ഇത് ടൈപ്പ് സി പോർട്ടാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ചാർജറാണ്. 18 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ചാർജറാണ്. നമ്മളെല്ലാം മോട്ടോ ഡിവൈസസിലും കണ്ട പോലെ തന്നെ 18 വാട്ട് ടർബോ ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഒരു USB ടൈപ്പ് സി കേബിളാണ്. ഇവിടെയും നമുക്ക് കാണാം ഈ കേബിളിനും അതേ മെറ്റീരിയലാണ്, ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ടൈപ്പ് സി കേബിളാണ്. ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ്ങിന് വരുന്ന ടൈപ്പ് സി കേബിളാണ് വരുന്നത്. പിന്നെ നമുക്ക് കാണാവുന്നത് 2 പെയർ ഓഫ് ഇയർ ടിപ്സ് ആണ്. നമുക്ക് ഇയർഫോണിൻ്റെ ഇയർ ടിപ്സ് വേണ്ടി ചേഞ്ച് ചെയ്യാൻ 2 പെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ വരുന്നത് ഒരു അഡാപ്റ്ററാണ്. ഇത് USB ടൈപ്പ് സി ടു 3.5 mm അഡാപ്റ്ററാണ്. ഇൻ കേസ് നമുക്ക് നമ്മുടെ റെഗുലർ 3.5 mm ഹെഡ്ഫോൺസ് ഇയർഫോൺസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് സി കേബിൾ വെച്ച് നമുക്ക് അഡാപ്റ്റർ ഉണ്ട്. അഡാപ്റ്റർ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഡിവൈസിനകത്ത് 3.5 mm ഓഡിയോ ജാക്ക് ഇല്ല, ടൈപ്പ് സി കേബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അഡാപ്റ്റർ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് മോട്ടോ റേസർ 2019 ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇന്ത്യയിൽ മോട്ടോൻ്റെ ഫസ്റ്റ് ഫോൾഡബിൾ സ്മാർട്ട് ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വേൾഡിൽ മോട്ടോൻ്റെ ഫസ്റ്റ് ഫോൾഡബിൾ സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഇത് ഇന്ത്യയിലും കൊണ്ടുവന്നിട്ടുണ്ട് മോട്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 2 ഡിസ്പ്ലേ ആണ്. പുറത്തുള്ള ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 2.7 ഇഞ്ച് ഗ്ലാസ് OLED കപ്പാസിറ്റി ടച്ച് സ്ക്രീനാണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 600x800 പിക്സൽസ് 4:3 ആസ്പെക്ട് റേഷ്യോ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് പാനലിലെ ഫിനിഷിംഗ് കാണാൻ നിങ്ങൾക്ക് വളരെ ക്ലോസ് ലുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഫിനിഷും വളരെ മനോഹരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റേസറിൻ്റെ ബ്രാൻഡിങ് കാണാം, മോട്ടോ ലോഗോയും കാണാം നമുക്ക്. പിന്നെ ഇവിടെയാണ് പ്രൈമറി ക്യാമറ. ഇതാണ് പ്രൈമറി ക്യാമറ. 16 MP പ്രൈമറി ക്യാമറയാണ്. ഡുവൽ LED ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ഡിസ്പ്ലേ. മെയിൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് 6.2 ഇഞ്ച് ഫോൾഡബിൾ OLED ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ HD+ റെസൊല്യൂഷൻ 2142x876p ആണ് റെസൊല്യൂഷൻ വരുന്നത്. 21:9 സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം. പിന്നെ താഴത്തെ പാനലിൽ USB ടൈപ്പ് സി പോർട്ടും കാണാം. പിന്നെ ഇവിടെ നമുക്ക് പവർ കീയും കാണാം, വോളിയം റോക്കർ ബട്ടൺസും കാണാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഹാർഡ്വെയർ വരുന്നത്. പിന്നെ ഫ്രണ്ട് പാനലിൽ ഒരു
നോച്ച് ഉണ്ട്. നോച്ചിനകത്താണ് സ്പീക്കറും ഇയർ പീസും ഫ്രണ്ട് ഫേസിങ് ക്യാമറയും കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 5 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. ഈ റിയർ ക്യാമറ 16 മെഗാ പിക്സൽ പ്രൈമറി സെൻസറാണ്. ഇത് f1.7 അപ്പേച്ചറാണ് വരുന്നത്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്. ഡ്യുവൽ LED ഫ്ലാഷ് ആണ് വരുന്നത്. പിന്നെ 4 മൈക്രോഫോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മോണോ സ്പീക്കർ ഇൻക്ലൂഡഡ് ആണ്. USB Type-C പോർട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സിം ആണ് യൂസ് ചെയ്യുന്നത്, റെഗുലർ സിം അല്ല. ഇത് സിം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആസ് ഓഫ് നൗ സിം ജിയോയും എയർടെലും വോഡഫോണൊക്കെ ആയിട്ട് കോമ്പാറ്റബിൾ ആണ്. അപ്പോൾ കമ്പനി അതിൻ്റെ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സിം വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസാണ്. പിന്നെ ഇതിൻ്റെ ഹാർഡ്വെയർ പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 710 ഒക്ടോകോ പ്രോസസ്സറാണ്. 6GB ഓഫ് റാമും 128GB ഓഫ് സ്റ്റോറേജാണ് വരുന്നത്. പിന്നെ ആഡ്രിനോ 616 GPU ആണ് വരുന്നത്. പിന്നെ 2510 mAh കപ്പാസിറ്റി ബാറ്ററിയും 18 വാട്ട് ചാർജറുമാണ്. ചാർജിങ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് പവർ ഓൺ ചെയ്യാം. മുകളിലാണ് പവർ ബട്ടൺ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം മോട്ടോൻ്റെ ലോഗോ കാണാം. പവർഡ് ബൈ ആൻഡ്രോയിഡ്. ഇതിൽ ആൻഡ്രോയിഡ് 9.0 അതായത് ആൻഡ്രോയിഡ് പൈ ആണ് വരുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണാണ്. പക്ഷേ ആൻഡ്രോയിഡ് 10 അപ്ഡേറ്റ് ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നതാണെന്നാണ് കമ്പനി പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആ ഒരു ഫോൾഡബിൾ ഇത് വരുമ്പോഴുള്ള മെക്കാനിസം അങ്ങനെ വരുന്നത്. ഇതാണ് ആ ഹിഞ്ച്. ഇത് ഹിഞ്ച് എന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ ഒരു എഞ്ചിനീയറിംഗ് മാർവലാന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഈ ഹിഞ്ച് ആക്ച്വലി ഡിസ്പ്ലേനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. ഈ ഹിഞ്ച് വെച്ചാണ് ഡിസ്പ്ലേ പ്രൊട്ടക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ. പിന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഫോൾഡബിൾ ഡിസ്പ്ലേ. അതെങ്ങനെ വർക്ക് ചെയ്യും നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫോൾഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഫോൾഡബിൾ ഡിസ്പ്ലേ. അപ്പോൾ നമുക്ക് സെക്കൻഡറി ഡിസ്പ്ലേ കാണാം. ഒരു 2.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഇവിടെ നമുക്ക് ആക്ച്വലി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ സെൻറ്ററും മെസ്സേജ് എല്ലാം വായിക്കുന്നത് കണ്ടില്ലേ. നമുക്ക് ക്വിക്ക് ടോഗിൾസ് കണ്ടില്ലേ. ഇവിടെ നമുക്ക് ടോഗിൾ ചെയ്യാം ബ്രൈറ്റ്നസ്. പിന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ വായിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ആപ്സ് ഒന്നും ഇത് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്കൊരു സെക്കൻഡറി ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇൻ കേസ് മ്യൂസിക് പ്ലേ ബാക്ക് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ മ്യൂസിക് പ്ലേ ബാക്ക് ഒക്കെ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ തുറക്കുമ്പോഴാണ് മെയിൻ ഡിസ്പ്ലേ വരുന്നത്. ഇനി നമുക്ക് ആ തുറക്കുന്ന മെക്കാനിസം ഒന്നും കുറച്ചുകൂടെ ക്ലോസ് വാച്ച് ചെയ്യാം. ഇത് നിങ്ങൾ കണ്ടില്ലേ, ആദ്യം അടയ്ക്കുമ്പോൾ തന്നെ ഡിസ്പ്ലേ ആദ്യം ഒന്ന് മുന്നിലോട്ട് പോകും. മുന്നിലോട്ട് പോയിട്ട് പിന്നെ അത് താഴോട്ട് വരും. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഡിസ്പ്ലേ ഒന്നും താഴോട്ട് വരും. ആക്ച്വലി ഇതൊരു മൂവബിൾ മെക്കാനിസമാണ്. കംപ്ലീറ്റ്ലി മൂവബിൾ മെക്കാനിസമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഹിഞ്ച് ഒരു പേറ്റൻറ്റഡ് ഹിഞ്ചാണ് ആക്ച്വലി. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഡിസ്പ്ലേനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അത് ഉള്ളിലോട്ട് വലിക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ഡിസ്പ്ലേ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ഉള്ളിലോട്ടാണ് പോകുന്നത്. ആക്ച്വലി ആ ഉള്ളിലോട്ട് പോകുമ്പോൾ ഡിസ്പ്ലേ അതിനകത്തൊരു ക്രീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഹിഞ്ച്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഹിഞ്ച് ആ ഡിസ്പ്ലേനെ കുറച്ചും കൂടി ഉള്ളിലേക്ക് വലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു മടക്ക് വീഴാണ്ട് ഡിസ്പ്ലേയിൽ നമ്മളൊരു ഫോൾഡ് ചെയ്യുമ്പോൾ മടക്ക് വീഴില്ലേ, അങ്ങനത്തെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ഹിഞ്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഹിഞ്ച് ആക്ച്വലി വളരെ സ്ട്രോങ് ആണ്. നമുക്ക് കണ്ടില്ലേ, വളരെ സ്ട്രോങ് ആണ്. എത്ര വേണമെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യാം. അത് ഇഷ്യൂസ് ഒന്നുമില്ല. എത്ര സ്പീഡിൽ ഫോൾഡ് ചെയ്താലൊന്നും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഈ ഹിഞ്ച് മെക്കാനിസം വളരെ സ്ട്രോങ് ആണ്. നമ്മൾ ആക്ച്വലി കുറച്ച് നേരം ഇപ്പോൾ ട്രൈ ചെയ്തു. അതിൻ്റെ മെക്കാനിസം വളരെ മേ ബി ഒരു എഞ്ചിനീയറിംഗ് മാർവലാന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഈ ഓല ഡിസ്പ്ലേൻ്റെ സൈസ് കണ്ടോ നിങ്ങൾ, വളരെ സ്ലിമ്മായ സൈസാണ്. ഈ സൈസിനെ അവർ ബ്രേക്ക് ചെയ്യാണ്ട് ഫോൾഡബിൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു സിസ്റ്റമാണ് ഇൻ പ്ലേസ്. ഇതിനകത്ത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 205 grams ആണ്. വളരെ കോമ്പാക്ട് ഫോം ഫാക്ടറാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു മോട്ടോ റേസർ 2019 അൺബോക്സിംഗ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.